നമസ്തേ. ഒരു കഥ പറയാം. അബ്ദുൽ ഖാദർ ഗിലാനിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് ഒരു ലേഡി ഡോക്ടർ അവരുടെ മകനെയും കൊണ്ട് വരും. നല്ല സ്വഭാവത്തിലേക്ക് അവനെ ഒന്ന് പരുവപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. കുറെ കാലം ഗുരുവിനൊപ്പം ആശ്രമത്തിൽ താമസിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലേതുപോലെയുള്ള സുഖസൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആ ലേഡി ഡോക്ടർ അതെല്ലാം സമ്മതിച്ചു. മകനെ അവിടെ ഗുരുവിനെ ഭരമേൽപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വരുന്നുണ്ട് മകനെ കാണാൻ. അപ്പോൾ മകനിങ്ങനെ ഒരു പൊതു മൂത്രപ്പുര വൃത്തിയാക്കുന്നത് കണ്ടു. അവർക്ക് വലിയ മനോഭാരമുണ്ടായി. ഒരു ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, മറ്റെല്ലാ സാഹചര്യങ്ങളും അവന് അനുവദിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പക്ഷെ ഈ മൂത്രപ്പുര വൃത്തിയാക്കുന്നതിന് ഞാനൊരു ജോലിക്കാരനെ അവൻ്റെ കൂടെ ഇവിടെ നിർത്തിക്കോട്ടെ. അപ്പൊ ഗുരു പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറല്ലേ അമ്മേ? നിങ്ങളുടെ അടുത്ത് സൗഖ്യത്തിനായി വരുന്ന ഒരാളോട് നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുന്നത് രോഗിക്കാണോ അതോ കൂടെ വന്ന ആൾക്കാണോ? ശരിക്കും എല്ലാത്തരം ശിക്ഷണങ്ങളും, അത് നോമ്പുകാലം ഉൾപ്പെടെ, അത് നമ്മുടെ ആന്തരികതയെ പരുവപ്പെടുത്താനുള്ളതാണ്. ആദരവോടെ.